കൊന്നുകളയണം. മനുഷ്യ കുഞ്ഞുങ്ങളെ കൊന്നുകളയണോ? അതേ കൊന്നുകളയാ. വാഴ വന്ന് വാഴ വെട്ടിക്കളയെന്ന് പറയില്ല. കൊന്നുകളയുക അത്ര ഉള്ളൂ. ഈ കുട്ടീനെ ഈ പട്ടിക്ക് എടാ എന്ത് ദ്രോഹമാടാ നിന്നോട് ഈ കുഞ്ഞുങ്ങളൊക്കെ ചെയ്യണേ? വന്ധ്യീകരണം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തുകയിലെങ്കിലും വർധനവ് കാണണ്ടേ? അത് ആരോഗ്യവകുപ്പ് ഉത്തരം പറയണം. 3 കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ 30-35 ദിവസങ്ങൾക്കിടയിലാണ്. ഇത് 12 കൊല്ലം കുഴലിട്ടാലും നിവരൂലെന്ന് പറയുന്നത് ശരിയാണോടാ? പേവിഷബാധയ്ക്ക് എഗൈൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ എടുക്കൂല. നിങ്ങൾ നാളെ പേ പിടിച്ച് മരിക്കും അല്ലേ? ഒരു കുട്ടിയൊന്നും അല്ലല്ലോ, ഇപ്പൊ എത്ര പേരാ മരിച്ചത്? നമസ്കാരം, ഞാൻ ജെയിംസ്. തുടർച്ചയായി ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതും കുഞ്ഞുങ്ങളെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ വന്നിട്ട് ഭിക്ഷാടനം നടത്തുന്നതും കുട്ടികളുടെ കാരണത്തിൽ ഇങ്ങനെ പച്ചക്കടിക്കുന്നതുമായിട്ടുള്ള വിഷുകളൊക്കെ അതേപടി ഞങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു. എന്തായാലും ഈ വാർത്തകൾക്കെല്ലാം ശേഷം ബാലാവകാശ കമ്മീഷൻ നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. എറണാകുളം ജില്ലാ പോലീസ് മേധാവിയോട് വിശദീകരണം തേടിയിരിക്കുകയാണ് ബാലാവകാശ കമ്മീഷൻ. മരട് പോലീസ് സ്റ്റേഷൻ തന്നെ വിളിച്ചു. ഞാനവിടെ പോയി മൊഴി കൊടുക്കുകയുണ്ടായി. ഇടയ്ക്കേറെ ദുഃഖം തോന്നിയിരുന്നു. ഇത്രയും ഭീകരമായിട്ടുള്ള വാർത്തകൾ, ഭയപ്പെടുത്തുന്ന വാർത്തകൾ ഈ കുഞ്ഞുങ്ങളോട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതിനെയൊന്നും ആരും ഒന്ന് കൂട്ടുപിടിക്കുന്നില്ലല്ലോ, ഇതിനെയൊന്നും ഉയർത്തിപ്പിടിച്ച് ഈ വാർത്തകൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ആരും മെനക്കെടുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ദുഃഖം തോന്നിയിരുന്നു. പക്ഷേ ബാലാവകാശ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോട് വിശദീകരണം തേടിയോടുകൂടിയിട്ട് ഒരു ചെറിയ സന്തോഷം ഉള്ളിൽ തോന്നുന്നുണ്ട്. നമ്മൾ ചെയ്ത വാർത്ത എന്തായാലും ബാലാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടല്ലോ. ഒട്ടനവധി ആളുകളാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്കും ഈ ബാലാവകാശ കമ്മീഷനിലേക്കും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. TV19 കേരളയുടെ വാർത്ത നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ കാണുന്നില്ലേ, ഇത് നിങ്ങൾ അന്ധരാണോ, ബധിരരാണോ, മൂകരാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒട്ടനവധി ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചതിന് ശേഷം ഞങ്ങൾ കൊടുത്തിരിക്കുന്ന വാർത്തകൾ വാട്സാപ്പ് ചെയ്യാന്ന് പറഞ്ഞ നമ്പറിലേക്ക് വിളിച്ചിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഞങ്ങൾ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷനുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഒട്ടനവധി പ്രവാസികൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഒരു വിശിഷ്ടാതിഥിയാണ്. അങ്ങ് ഡൽഹിയിലൊക്കെ പിടിപാടുള്ള വലിയൊരു അതിഥിയെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. 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 ഇതാണ് നമ്മുടെ അതിഥി. 3-4 കുഞ്ഞുങ്ങളുടെ ജീവനെടുത്ത നമ്മുടെ അതിഥി. എടാ എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങനെ നടന്നാൽ മതിയാ? നമ്മൾ മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും ഇങ്ങനെ ഫുൾ ടൈം ചലച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളും ചോദിക്കാനില്ല. ഉടുപ്പ് പോലും ഇല്ലാതെ, ഷർട്ട് പോലും ഇല്ലാതെ അറസ്റ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോകണത്. ഇവരെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ വിവരം അറിയും. അങ്ങ് ഡൽഹിയിൽ നിന്നൊക്കെ നിനക്ക് വേണ്ടി ഒരുപാട് പേര് ചോദിക്കാനും പറയാനൊക്കെ ആളുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വലിയ വലിയ ആളുകളല്ലേ, VVIPs അല്ലേ, ഞങ്ങളല്ലേ പാവം മനുഷ്യർ. ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. ഞങ്ങളുടെ ജീവിതം ആര് നക്കി? നീയാണോ നക്കിയേ? നീ നക്കിന്നാ പറയുന്നത്. മനുഷ്യന്മാരുടെ ജീവിതം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതം നിന്നെപ്പോലുള്ള ആളുകൾ നക്കിന്നാ പറയുന്നത്. ഇപ്പോൾ നിനക്കൊക്കെ വന്ധീകരണത്തിന് മെഡിസിന് ഇവന്മാർ ഈ പഞ്ചായത്തുകാരും മുനിസിപ്പാലിറ്റിക്കാരും നിന്നെയൊക്കെ വന്ധീകരിക്കാനെന്നും പറഞ്ഞ് എത്ര കോടിക്കണക്കിന് രൂപയുടെ മെഡിസിനാണ് നിന്റെയൊക്കെ പേരിൽ വന്ധീകരിക്കാനെന്നും പറഞ്ഞ് മേടിക്കുന്ന നിനക്കൊക്കെ അറിയാമോടാ? ഇവനൊന്നും നിന്നെ വന്ധീകരിക്കുന്നില്ല. അവസാനം കഴിയുമ്പോൾ നീയൊക്കെ കൂടി കുഞ്ഞുങ്ങളെ കടിച്ചു പറിച്ച് കൊല്ലുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നിന്റെ പേരിൽ കോടികൾ സമ്പാദിക്കുകയും അടിച്ചു മാറ്റുകയും ചെയ്യുന്ന ആരാ നിനക്കറിയാമോ? ഈ പഞ്ചായത്തുകാരും മുനിസിപ്പാലിറ്റിക്കാരും ഈ കോർപ്പറേഷൻകാരും. ഈ പന്നിയുടെ മക്കൾ മനുഷ്യന്മാർ ഈ സകലമാന ആളുകളെയും വഞ്ചിക്കുന്നു. അറിയാമോ നിനക്ക്? എടാ, ഒരു മനസാക്ഷി എന്ന് പറയുന്ന സാധനം വേണ്ടടാ മനുഷ്യന്മാർക്ക്. നീയൊക്കെ കടിച്ച് പേ പിടിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ കുത്തുന്ന വാക്സിൻ ഇതാ അവന്റെ പല്ലെന്റെ കയ്യിൽ മുട്ടി. നാളെ എനിക്കും പേ പിടിക്കാം. ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയി ഈ പേവിഷബാധയ്ക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് എഫക്റ്റ് ഉണ്ടാവുക? ഒരു എഫക്റ്റ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. പേവിഷബാധ പടരാതിരിക്കാൻ വേണ്ടിയിട്ട് വാക്സിൻ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വാക്സിൻ എഫക്റ്റ് ഉണ്ടായിരിക്കണം. 7 വയസ്സുള്ള നിയ ഫൈസൽ എന്ന് പറയുന്ന കുഞ്ഞു പൈതൽ ആ കുഞ്ഞിനെയാണ് കടിച്ചത്. ആ കടിച്ചതിന് ശേഷം ആ കുഞ്ഞിന് പേ പിടിക്കുകയാണ്. വാക്സിൻ എടുത്തിട്ടും കുഞ്ഞ് പേ പിടിച്ച് കഴിഞ്ഞ ദിവസം മരണപ്പെടുകയാണ്. അതും വാക്സിൻ്റെ കൃത്യമായ ഡോസുകൾ എല്ലാം കൃത്യമായിട്ട് ആ ഡോസുകൾ 1, 2, 3 എന്നുള്ള ക്രമത്തിൽ കൃത്യമായിട്ട് എടുത്തു. പക്ഷേ ആ കുഞ്ഞിൻ്റെ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടിയില്ല. സാധാരണഗതിയിൽ വാക്സിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പേ പിടിക്കാൻ പാടില്ല. കുഞ്ഞുങ്ങളുടെ ജീവൻ എടുത്ത ഈ നായിൻ്റെ മക്കളെന്നാണ് പറയേണ്ടത്. നമ്മൾ പല വീടുകളുടെ മുമ്പിൽ നോക്കിയാൽ മതി. ഗേറ്റിന്റെ വാതിക്കെ കുറെ നാളുകളായിട്ട് സ്ഥിരമായിട്ട് കുറെ നായ്ക്കൾ നിൽക്കുന്നുണ്ട്. വീട്ടിൽ അവർ വളർത്തിക്കൊണ്ടിരുന്ന നായാണ്. എന്തെങ്കിലും വല്ല പുഴുക്കുത്തോ എന്തെങ്കിലുമൊക്കെ ചർമ്മത്തിൽ എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഗേറ്റിന്റെ പുറത്തേക്ക് ഇറക്കി വിട്ട് ഗേറ്റ് വരെ അടയ്ക്കുകയാണ്. കഴുത്തുമേൽ നിന്ന് ചങ്ങല എങ്ങനെ അഴിച്ചു മാറ്റി പുറത്തേക്ക് അഴിച്ചു വിടുകയാണ്. തിന്ന ചോറിന് നന്ദി കാണിക്കുന്നവരാണ് നായ്ക്കൾ. വീട്ടിൽ നിന്നും മുതലാളി അഴിച്ച് പുറത്തേക്ക് വിട്ട നായ്ക്കൾ ഗേറ്റിന്റെ വാതിക്കൽ മുതലാളിയുടെ കാവൽ നായ്ക്കളായിട്ട് ഇന്നും നിൽക്കുന്ന കാഴ്ചകൾ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. നായ്ക്കളൊരു തെറ്റും ചെയ്യുന്നില്ല, മനുഷ്യന്മാരാണ് ഇതിൽ തെറ്റ് ചെയ്യുന്നത്. ഒന്ന് ഓർത്ത് നോക്കൂ. ഇങ്ങനെയുള്ള തെരുവ് നായ്ക്കൾ കടിച്ചു കഴിഞ്ഞാൽ പേ പിടിക്കാതിരിക്കാനുള്ള വാക്സിൻ, ഈ വാക്സിന്റെ കാര്യത്തിൽ പോലും മനുഷ്യന്മാർ ചെയ്യുന്ന എത്ര വലിയ ചതിയാണെന്ന് ഓർത്ത് നോക്ക്. ഈ മലപ്പുറത്തുനിന്ന് കഴിഞ്ഞ ദിവസം ഏകദേശം 3-4 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഒരു തെരുവുനായ കടിച്ചു. ആ കടിച്ച കുഞ്ഞിന് പേ പിടിച്ച് തന്നെ ആ കുഞ്ഞ് മരണപ്പെടുകയാണ്. അതിനും വാക്സിൻ എടുത്തു. തിരുവനന്തപുരത്തുണ്ടായി 7 വയസ്സുള്ള നിയ ഫൈസൽ. ആ കുഞ്ഞൊക്കെ എന്ത് തെറ്റാണ് ചെയ്തത്? ആ കുഞ്ഞിനെ ഈ തെരുവുനായ കടിച്ചു പറിച്ചിട്ട് അതിന് പേ പിടിക്കാതിരിക്കാനുള്ള വാക്സിൻ അതിനെടുത്തു. ആരോട് ചോദിക്കും? ആ കുഞ്ഞിന്റെ പിതാവും മാതാവും അവരുടെ ഒരു അവസ്ഥ എന്താണ്? അവരുടെ കണ്ണുനീരിന് അത് 1, 2, 3 ദിവസം മാധ്യമങ്ങളൊക്കെ ഇത് വലിയ കൊട്ടിഘോഷിക്കും. മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയാണ് ഇത് 2-3 ദിവസത്തേക്ക്. അത് കഴിഞ്ഞ് എന്താണ് സംഭവിക്കുക? ഇനിയിപ്പോൾ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സ്കൂൾ തുറക്കാൻ വേണ്ടി പോവുക. സ്കൂൾ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ തെരുവുനായ്ക്കൾ ഇങ്ങനെ കടിച്ചു പറിക്കും. ഇതിനൊക്കെ ഒരു അറുതി വേണ്ടേ? നിയ ഫൈസലിന്റെ ഉമ്മയുടെ ആ കുടുംബത്തിന്റെ കണ്ണുനീര് കേരള സമൂഹം കണ്ടതാണ്. എല്ലാ സഹായം ചെയ്തെങ്കിൽ തന്നെ അവിടെ വേസ്റ്റ് കൊണ്ടിടരുത്, ഇടുന്ന എല്ലാരോടും പറഞ്ഞു. ഒരു മനുഷ്യനും കേട്ടില്ല. അത് തിന്നാൻ വന്ന പട്ടികളെ എന്റെ കുഞ്ഞിനെ കടിച്ചു
കണ്ണുനീരിന് ഉത്തരം പറയാൻ കേരള സമൂഹം ബാധ്യസ്ഥരാണ്. തെരുവുനായെ സംരക്ഷിക്കാനെന്ന് പറഞ്ഞ് കുറേയേറെ ആളുകൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. അവരും ഈ കണ്ണുനീരിന് സമാധാനം പറഞ്ഞേ പറ്റുകയുള്ളൂ. ഈ മാസം തന്നെ 3 കുട്ടികൾ മരണപ്പെട്ടിരിക്കുക. 13 വയസ്സുള്ള ഒരു കുട്ടി, 3 വയസ്സുള്ള ഒരു കുട്ടി മലപ്പുറത്ത് തേഞ്ഞിപ്പാലത്ത് അവിടെ ഒരു കുട്ടി മരണപ്പെട്ടു. 3ാമത്തെ ഒരു കുഞ്ഞ് മരണപ്പെട്ടിരിക്കുക. നായ്ക്കളെ സംരക്ഷിക്കാൻ ആൾക്കാർ കൂടുതലുള്ളത്, മനുഷ്യരെ സംരക്ഷിക്കാൻ ആരുമില്ല. എന്തൊരു നിയമമാണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ ഓരോ പഴുതുകൾ അടച്ചിട്ട് തന്നെ ഓരോന്ന് സംസാരിക്കേണ്ടത്. നമുക്കും കുട്ടികളുള്ളതന്നെ അവരവർക്ക് വന്നാലേ അതിന്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ ശരിക്കും. ഇപ്പൊ ആ കുഞ്ഞിന്റെ ഉമ്മയുടെ കരച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൃദയഭേദകമായിട്ടുള്ള ഒരു കരച്ചിലാണ്. അപ്പൊ ഇതിനൊരു അറുതി വരണ്ടേ? ഇതിനിപ്പോ ഞാൻ പറയും വന്ധീകരണം എന്ന് പറഞ്ഞ് വർഷങ്ങളായിട്ട് വന്ധീകരണം നടക്കുന്നുണ്ട്, വാക്സിനേഷൻ നടക്കുന്നുണ്ട്. ഇവിടെ എന്നിട്ടും തെരുവുനായ്ക്കൾ വർദ്ധിക്കുന്നതല്ലാണ്ട് ഒരു കരച്ചിലും കുറയുന്നില്ല. കൊന്നുകളയാന്നുള്ളത് തന്നെയാണ്, അല്ലാണ്ട് മനുഷ്യ കുഞ്ഞുങ്ങളെ കൊന്നുകളയണോ തെരുവുനായ്ക്കളെ കൊന്നുകളയണോ, അവിടെയാണ് ചൂസിങ് വേണ്ടത്. ഒരൊറ്റ വാക്കേ ഉള്ളൂ, അതെ, കൊന്നുകളയാ, അത്ര തന്നെ ഉള്ളൂ. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം, നമ്മുടെ മക്കൾക്ക് ഒന്നും വരാണ്ടിരിക്കണം. അത് നമ്മൾ ഇപ്പം നായ്ക്കൾ അതിലൊരു കാരണമാണെങ്കിൽ നമ്മൾ അതിനെ തീർത്ത് കളയാം. വീടിന് വാഴ വന്ന് വാഴ വെട്ടിക്കളയെന്ന് പറയില്ലേ, അതേപോലെ തന്നെ നമ്മുടെ കൊച്ചുങ്ങളെ നമുക്ക് വലുത്, അതിനപ്പുറം ഒന്നുമില്ല. ആടിനെ കൊല്ലാം, കോഴിയെ കൊല്ലാം, പന്നിയെ കൊല്ലാം, താറാവിനെ കൊല്ലാം. ഈ താറാവ് കൊത്തിപ്പറിച്ചു കഴിഞ്ഞാൽ പേ പിടിക്കുവോ? അല്ലെങ്കിൽ ആട് കടിച്ചു കഴിഞ്ഞാൽ പേ പിടിക്കുവോ? പശുവിനെയും പോത്തിനെയും കൊല്ലാം. ഇവരെല്ലാം കടിക്കുകയോ കുത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ പേ പിടിക്കുവോ? ഏറ്റവും ഭീകരമായിട്ടുള്ള മരണമാണ് പേ പിടിച്ചുള്ള മരണം. നമ്മുടെ ഇന്ത്യയിലുള്ള ഏതോ ഒരു ദൈവത്തിന്റെ വാഹനമാണ് എലി. ഈ എലിയെ കൂട് വെച്ച് പിടിച്ച് കൊന്നുകളയാം, ഒരു കുഴപ്പമില്ല, ആരും ചോദിക്കുകയില്ല, പറയുകയില്ല, ഒരു പ്രശ്നമില്ല. ഈ നാട്ടിലുള്ള സകല ജന്തുക്കളെയും കൊല്ലുന്നതിന് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല, ഒരു പ്രശ്നമില്ല. മനുഷ്യനെ വരെ കൊല്ലാം, പുല്ല് പോലെ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിപ്പോരാ. പക്ഷെ പട്ടികളെ മാത്രം എന്തുകൊണ്ട് കൊന്നുകൂടാ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിന്റെ പിന്നിൽ നടക്കുന്ന കളികൾ എത്ര ഭീകരമാണെന്നുള്ളത് അറിയാൻ നമുക്ക് യാതൊരു വഴികളുമില്ല. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ മുൻ MD ആയിരുന്ന IAS ഓഫീസർ, അദ്ദേഹത്തിന്റെ വാക്കുകൾ മലയാള സമൂഹം ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. വീട്ടിൽ കൊണ്ടുപോകും, ഞങ്ങൾ വീട്ടിലോട്ട് എത്തിച്ചേരാം, വീട്ടിൽ കൊണ്ടുപോകും, ഓരോരുത്തർ വീട്ടിൽ കൊണ്ടുപോയിക്കോ, യാതൊരു കുഴപ്പമില്ല. റോഡിൽ കൂടെ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. ഇവിടെ കാണുന്നില്ലേ എത്ര കുട്ടികളെയാണ് മുഖത്ത് കടിച്ച് വികൃതമാക്കിയിരിക്കുന്നത്. ഒരു പട്ടിക്ക് വേണ്ടി ഇത്രയധികം ഇത് ഉണ്ടാക്കുന്നതിന് യാതൊരു സംശയം വേണ്ട. ഇവർക്ക് NGOസിന് ഫൈനാൻസ് ചെയ്യുന്നത് ആന്റി റാബീസ് വാക്സിൻ ലോബികളാണ്, യാതൊരു സംശയമില്ല. ഇത് ഞാൻ ആധികാരികമായിട്ട് പറയുന്നതാണ്. ഞാൻ ബ്ലോഗ് എഴുതിയിട്ടുണ്ട്. കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് 469 മരുന്ന് എനിക്ക് ടെൻഡർ ഫൈനലൈസ് ചെയ്യാം, പക്ഷേ ആന്റി റാബീസ് വാക്സിൻ ഫൈനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്ക് കിടമത്സരമാണ് കമ്പനികൾ തമ്മിൽ. കാരണം എന്താണ്, 280 രൂപയുള്ളൂ ആന്റി റാബീസ് വാക്സിന്. പക്ഷേ ആന്റി ഇമ്മ്യൂണോ ഗ്ലോബുലിൻ, അത് കാറ്റഗറി 3 വൈറ്റിനും മറ്റുമൊക്കെ ആയിട്ട് ആവശ്യം വരുന്ന ആന്റി ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ഞാൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ചാർജ് എടുക്കുമ്പോൾ 3800 രൂപ, മാർക്കറ്റിൽ 6500 രൂപ വിലയുള്ള 3800 രൂപയുള്ള ആന്റി ഇമ്മ്യൂണോ ഗ്ലോബിൻ ഹ്യൂമൻ വേരിയന്റ് ഇത് നിർലോഭം നമ്മുടെ മെഡിക്കൽ കോളേജുകൾ വഴി കൊടുക്കുകയാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡോക്ടർമാർ പ്രിസ്ക്രിപ്ഷൻ എഴുതും. പ്രിസ്ക്രിപ്ഷൻ എഴുതി കഴിഞ്ഞാൽ തന്നെ അന്ന് ഏതാണ്ട് 8 കോടി രൂപയുടെ മരുന്ന് മാത്രമാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വാങ്ങിക്കുന്നത്. കേരളത്തിൽ ഏതാണ്ട് 35-40 കോടി രൂപയുടെ മരുന്നാണ് ചെലവഴിക്കുന്നതെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. പറയുന്നത് മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ മുൻ MD ആയിട്ടുള്ള IAS ഓഫീസറാണ്. ഇതൊരിക്കലും നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യമല്ല. എത്ര വലിയ ചൂഷണമാണ് ഈ രംഗത്ത് നടക്കുന്നത്. നായ്ക്കളുടെ പേര് പറഞ്ഞിട്ടാണ് കോടാനുകോടി പറ്റിക്കുന്നത്. അനുഭവിക്കുന്ന നമ്മുടെ പാവം മാതാപിതാക്കൾ. ഒരൊറ്റ വർഷം പേവിഷബാധ തടയുന്നതിനുള്ള മെഡിസിന് വേണ്ടിയിട്ട് ഇന്ത്യ ചെലവാക്കുന്ന തുക എന്ന് പറഞ്ഞാൽ 3000 കോടിക്ക് മുകളിലാണ്. ഇത്രയും വലിയ തുക കൈപ്പറ്റുന്ന ഈ മെഡിസിൻ മാഫിയ ഇതിങ്ങനെ രാജ്യത്ത് തുടർന്നുകൊണ്ടേ ഇരിക്കുവാൻ വേണ്ടിയിട്ട് എത്ര വേണമെങ്കിൽ എഫേർട്ട് എടുക്കില്ലേ? നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. അങ്ങ് ഡൽഹിയിൽ ഇരുന്നിട്ട് ഒരു മാഡം കിടന്ന് നിലവിളിക്കുന്നുണ്ട്. ഈ മാഡത്തിനൊക്കെ വലിയ തുകയാണ് ഈ മെഡിക്കൽ മാഫിയ കൊടുക്കുന്നത്. ഇവർക്ക് ആർക്കെങ്കിലും ഈ തെരുവുനായുടെ സ്നേഹമോ വല്ല അനുകമ്പയോ ഉള്ളതുകൊണ്ടാണോ? ഇവിടെയുള്ള സാധാരണക്കാർക്ക് ആർക്കെങ്കിലും ഇതൊക്കെ അറിയാമോ? 3000 കോടിയൊക്കെ ഈ കമ്പനികൾക്ക് കൊടുക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒരു 1-2% കൊടുത്തു കഴിഞ്ഞാൽ പോലും അത് എത്ര വലിയ തുക വരുമെന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കും. നമ്മളിപ്പോൾ നിൽക്കുന്ന കൊച്ചിൻ കോർപ്പറേഷനിലാണ്. ഡോക്ടർ അമ്പിളി വെറ്റിനറി സർജനാണ്. കൊച്ചി കോർപ്പറേഷനിൽ ABC പദ്ധതി നടക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ നമുക്ക് ഒരു വെറ്റിനറി സർജൻ ആണുള്ളത്, 4 ക്യാച്ചേഴ്സ് ആണുള്ളത്. ഇപ്പം നടക്കുന്നതിനേക്കാളും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് റാങ്ക് ലിസ്റ്റിന് മേയറുടെ മുൻകൂർ അനുമതിയും ലഭിച്ചിരിക്കുകയാണ്. വന്ധീകരണത്തിന് വേണ്ടിയിട്ട് പോകുന്ന ആളുകൾ അങ്ങനെ എങ്ങനെയുള്ള സ്റ്റാഫാണ്? നമ്മുടെ പെർമനന്റ് സ്റ്റാഫാണോ? എല്ലാവരും കോൺട്രാക്ട് സ്റ്റാഫാണ്. ഇവർ കൃത്യമായിട്ട് വന്ധീകരണം നടത്തുന്നുണ്ടോ? അങ്ങനെയുള്ള മറ്റുള്ള വന്ധീകരണം കൃത്യമായിട്ട് തന്നെ നടത്തുന്നുണ്ട്, അതിലൊരു സംശയം വേണ്ട. നമ്മൾ ഡോഗ്സിനെ ഇവർ ക്യാച്ച് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ സാധാരണ മനുഷ്യരുടെ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ അനസ്തീഷ്യ നൽകി, ഫീമെയിൽ ഡോഗ് ആണെങ്കിൽ ഇതിന്റെ ഓവറിയും യൂട്രസും എടുത്ത് കളയും, മെയിൽ ഡോഗ് ആണെങ്കിൽ അതിന്റെ ടെസ്റ്റിക്കിൾസ് റിമൂവ് ചെയ്യും. വന്ധീകരണം ചെയ്യുന്നത് കൃത്യമായിട്ടാണ്. ഡോക്ടർ പറഞ്ഞ പോലെ വന്ധീകരണം കൃത്യമായി നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരൊറ്റ തെരുവുനായ പോലും ഇപ്പോൾ ഉണ്ടാവാൻ പാടില്ല. കാരണം അത്രയേറെ നാളുകളായി വന്ധീകരണവും വാക്സിനേഷനും ഒക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്ധീകരണത്തിന് വേണ്ടി മാറ്റി വെക്കുന്ന തുക കൊച്ചിൻ കോർപ്പറേഷൻ 2016-17 കാലയളവിൽ 8,15,373 രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഇവരുടെ സാലറിയും മെഡിസിൻ ചാർജുകളും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു എമൗണ്ട് ആണിത്. ഡോക്ടേഴ്സിന്റെ സാലറി 44,020 രൂപ, ഒരു ഡോഗ് ക്യാച്ചറിന് 20,000 രൂപ. 2016-17 കാലയളവിൽ ഈ 8 ലക്ഷത്തിൽ ചില്ലറ വന്നിട്ടുണ്ടെങ്കിൽ 17-18 കാലയളവിൽ 7,11,776 രൂപ, 21-22 കാലയളവിൽ 3,61,000 വരികയാണ്. 8 ലക്ഷത്തിൽ നിന്നും അല്ല 10 ലക്ഷത്തിൽ നിന്നൊക്കെ
നേരെ ഇടിഞ്ഞ് താഴേക്ക് 3 ലക്ഷത്തിലേക്ക് വരികയാണ്. 2017 തെരുവുനായ്ക്കളുടെ എണ്ണമല്ല ഇപ്പോൾ ഉള്ളത്, ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. വന്ധീകരണം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തുകയിലെങ്കിലും വർധനവ് കാണണ്ടേ? അല്ല, തുകയിലെ വർധനവിന്റെ കാര്യം മുൻ വർഷങ്ങളിലെ കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. മുൻ വർഷത്തെ ഈ തുക എന്ന് പറയുന്നത് ഇവിടെ കോർപ്പറേഷൻ അനൗൺസ് ചെയ്തിട്ടുള്ള തുകയാണ്. ഈ തുകയിൽ നിന്ന് ഇപ്പോൾ 8 ലക്ഷമായി 7 ലക്ഷമായി പിന്നെ 4 പിന്നെ വരുമ്പോൾ അത് 3 ലക്ഷം. ആ സമയത്ത് സ്റ്റാഫ് കുറഞ്ഞിട്ടുണ്ടാവണം. ഇത് കുറഞ്ഞതിൽ മെയിൻ ഒരു കാരണം സാലറി വരുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് വരേണ്ടതാണ്. പിന്നെ സർജറിയുടെ നമ്പറിൽ കുറവ് വന്നിട്ടുണ്ട് ആ സമയത്ത്. ഈ വാക്സിനേഷനോട് ബന്ധപ്പെട്ടിട്ട് അത് ആരോഗ്യവകുപ്പ് ഉത്തരം പറയേണ്ടത് ഉള്ള കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട കൊച്ചു മിയ ഫൈസൽ, ആ കുഞ്ഞിന് കൃത്യമായിട്ടുള്ള 2-3 ഡോസുകൾ ഈ വാക്സിനേഷൻ എടുത്തിരുന്നു. അതിന് ഞാനല്ല മറുപടി പറയേണ്ടത്, എന്നാലും എന്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറയാം. അവര് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, തലയിലേറ്റ മുറിവും വായില് മ്യൂക്കസ് മെമ്പറൈനിലേറ്റത് പെട്ടെന്ന് തലച്ചോറിലേക്ക് എത്താൻ അത് കാരണമായിട്ടുണ്ടാവും. അത് നമുക്ക് ഒറ്റയടിക്ക് അതുകൊണ്ട് വാക്സിന്റെ ഫെയിലിയർ ആണ് എന്നൊന്നും ഈ വന്ധീകരണം പോലെയുള്ള കാര്യങ്ങൾ അത് ചെയ്യുന്നതിൽ നിങ്ങൾ അതിനകത്തൊരു ഡൗട്ടും വേണ്ട. ഓവറി യൂട്രസ് പൂർണ്ണമായിട്ട് എടുത്ത് കളയാണ്. സ്കൂൾ തുറക്കാൻ വേണ്ടി പോവുക. ഈ തെരുവുനായ്ക്കൾ കുഞ്ഞുങ്ങളെ കടിച്ചു കയറുന്ന ഒരുപാട് വാർത്തകൾ ഇനി വരാൻ വേണ്ടി പോവാ. ഇതിന് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയാം, 100% ഉറപ്പാണ്. ഈ സ്കൂൾ പരിസരത്തുള്ള നോർമലായിട്ടുള്ള ഡോഗ്സിനെ ഒന്നും നമുക്ക് ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ നിയമപ്രകാരം നമുക്ക് അനുവാദമില്ല. ഒരിക്കലി ഇല്ലായിട്ടുള്ള എന്തെങ്കിലും അസുഖമുള്ള ഡോഗ്സിനെ മാത്രമേ ഈ ഷെൽട്ടറിലേക്ക് മാറ്റുള്ളൂ. അല്ലാതെ നോർമലായിട്ടുള്ള ഡോഗ്സിനെ അവരുടെ ഇപ്പോഴത്തെ വാസസ്ഥലത്ത് നിന്ന് മാറ്റാൻ നമുക്ക് നിർവാഹമില്ല. ABC ചെയ്യാൻ വേണ്ടി ക്യാച്ച് ചെയ്താലും എവിടെ നിന്നാണോ നമ്മൾ പിടിക്കുന്നത് അതേ സ്ഥലത്ത് തന്നെ നമുക്ക് റിലീസ് ചെയ്യണം. നാളുകൾക്ക് മുൻപ് ഇവർക്ക് കൃത്യമായി വന്ധീകരണം നടത്തിയിരുന്നുവെങ്കിൽ ഇതുപോലെ ഇവറ്റകൾ പെറ്റുപെരുകയില്ലായിരുന്നു. ഇന്നിപ്പോൾ ഒരു മനസാക്ഷിയുമില്ലാതെ ഇവരെ കൊന്നു കളയണമെന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? എന്ത് പറഞ്ഞാലും ശരി, ഇവരുടെ ജീവനെക്കാട്ടിലും വാല്യൂ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവന് തന്നെയാണ്. അത് യാതൊരു തർക്കമില്ലാതെ നമുക്ക് പറയാം. ഇനി സ്കൂൾ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുമാത്രം കുഞ്ഞുങ്ങളെയാണ് ഈ തെരുവ് നായ്ക്കൾ കടിച്ചു പറിച്ച് കൊല്ലുവാൻ വേണ്ടി പോകുന്നത്? എത്ര കുഞ്ഞുങ്ങളാണ് പേ പിടിച്ച് മരണപ്പെടാൻ വേണ്ടി പോകുന്നത്? ഇതിൻ്റെ അറുതി വന്നേ പറ്റൂ. ഏത് അധികൃതരാണെങ്കിലും കുഴപ്പമില്ല, സമാധാനം പറഞ്ഞേ പറ്റുകയുള്ളൂ. ഈ നായ്ക്കളുടെ പേരിൽ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി ഒരുപാട് പണം ഇങ്ങനെ മുടിച്ച് തേച്ച് കഴുകി തിന്ന് തീർത്തില്ലേ? സമാധാനം ഇതിന് പറഞ്ഞേ പറ്റുള്ളൂ. ആ 3 കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ 30-35 ദിവസങ്ങൾക്കിടയിലാണ്. മോനേടാ, നീ അവശനാണോടാ? എൻ്റെ ഈ അവശതയ്ക്ക് കാരണക്കാരാരെന്നറിയാമോ? ഈ മുനിസിപ്പാലിറ്റിക്കാരും ഈ പഞ്ചായത്തുകാരും ഈ കോർപ്പറേഷൻകാരും ആടാ. നീ പൊറുക്കരുതടാ ഇവരോട്. നിന്നെയൊക്കെ കൊന്നു തീർക്കണമെന്ന് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് വീട്ടമ്മമാർ ഇപ്പോൾ പുലമ്പുന്നുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണം. അതിന് കാരണം എന്താണ്? അതിന് കാരണം നമ്മുടെ നാട് ഭരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാടാ. പൊറുക്കരുത്, മാപ്പ് കൊടുക്കരുത് കേട്ടോ. കിടന്നുറങ്ങണതിന് മുന്നേ ഉണ്ടല്ലോ പ്രാകണം, പ്രാഗിയിട്ട് കിടന്നുറങ്ങിയേക്കാവുള്ളൂ. ഈ രാഷ്ട്രീയ നേതാക്കന്മാരെയും മുനിസിപ്പാലിറ്റിക്കാരെയും കോർപ്പറേഷൻകാരെയും പഞ്ചായത്തുകാരെയും ഒക്കെ നീ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? മുട്ടം പ്രാഗണം, പ്രാഗിയിട്ടേ ഉറങ്ങാവുള്ളൂ. നിന്റെയൊക്കെ പ്രാക്കൽ ഏക്കും. നീയൊക്കെ പ്രാഗി കഴിഞ്ഞാൽ ദൈവം കേട്ടോളും. മനസ്സിലായി? ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാവരും അടിവേരോട് കൂടി പിഴുത് കളയുന്ന രീതിയിലുള്ള ആ പ്രാക്കം കൂടെ ഏക്കും. മനസ്സിലായടാ? തെരുവുനായ്ക്കളെ ശരിക്കും എന്താ ചെയ്യുന്നത്? ഒന്നുകളെ തന്നെ വേണം, അതല്ലേ വേണ്ട? അല്ലെങ്കിൽ വാക്സിനും വന്ധീകരണമൊക്കെയാണോ വേണ്ടത്? അതല്ല വേണ്ട, നമ്മൾ കൊന്നു കളയണം. കാരണം നമുക്ക് ഉപദ്രവമുള്ള സാധനങ്ങളെ നമ്മൾ ശരിക്കും അവരങ്ങോട്ട് കൊന്നു കളയുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇതൊരു നായ കടിച്ച് ഒരു കുഞ്ഞിന് പേവിഷബാധയുണ്ടായി. എങ്ങനെയാണ് ഈ പേവിഷബാധ ഉണ്ടാവുന്നത്? ഒരു ജില്ലയിൽ ഒരു നായയെ പിടിച്ച് ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പേ പിടിപ്പിക്കാനുള്ളതായിരിക്കും ആ ഇഞ്ചക്ഷൻ. അത് ആ നായയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ നായ ഓടി നടന്ന് മറ്റുള്ള നായകൾക്കെല്ലാം ഈ പേ സമ്മാനിക്കുകയാണ്. ഓരോ ജില്ലകളിലും കൃത്യമായിട്ട് 1-2 നായ്ക്കളെ പിടിച്ചിട്ട് ഈ പേ പിടിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മെഡിക്കൽ മാഫിയ സജീവമാകുന്നു എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി ചിന്തിക്കാം. നമുക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാം, എറണാകുളത്ത് ഒരുപാട് ഹോസ്പിറ്റലുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുക. പുതിയ ഹോസ്പിറ്റലുകൾ, പുതിയ കൺസെപ്റ്റ്. എന്ത് കൺസെപ്റ്റ് എന്നാണ് പറയുന്നത്? ഇങ്ങനെ ഹോസ്പിറ്റലുകൾ പെരുകുന്നതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. വിദേശ രാജ്യങ്ങളിൽ ഒരു ഡോക്ടർ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് 15-20 ദിവസം കാത്തിരിക്കണം എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഓടിച്ചെന്തെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പാരസെറ്റമോൾ ഗുളികയൊന്നും വാങ്ങിക്കാൻ വേണ്ടി അവിടെ പറ്റില്ല. ഒരു ഗുളികയും അവിടെ ഒരു മെഡിക്കൽ സ്റ്റോറിലും പോയി വാങ്ങിക്കാൻ വേണ്ടി സാധിക്കില്ല. നമ്മുടെ നാട്ടിൽ മാത്രം ഹോസ്പിറ്റലുകൾ സജീവമാണ്. ഏത് മെഡിക്കൽ സ്റ്റോറിൽ പോയാലും നമുക്ക് മരുന്നുകൾ കിട്ടും. വിദേശ രാജ്യങ്ങളിൽ ഒന്നും ഇത് നടക്കില്ല. നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റലുകൾ പെരുകും തോറും നമ്മുടെ നാട് ഇങ്ങനെ വളരെ വികസിതമായിക്കൊണ്ടിരിക്കുകയാണെന്നൊരു ധാരണയുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ തെറ്റാണ്. നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റലുകൾ പെരുകുന്നത് എന്തിനാണ്? കൃത്യമായി അതിന്റെ പിന്നിൽ വലിയ നിഗൂഢതകൾ പതിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. ഈ കുട്ടീനെ പട്ടി വായിന്ന് ഇതൊക്കെ ഇതുപോലൊക്കെ വരുന്നത് ചിലപ്പോൾ പേ കാണുമെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ വിളിച്ചു പറഞ്ഞ് ഹോസ്പിറ്റലിൽ പറഞ്ഞു വിട്ടു. ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്നിട്ട് എപ്പോഴും തീർന്നിട്ടില്ല. ഇനിയും ഈ അടുത്ത ദിവസമാണ് ഇഞ്ചക്ഷൻ ഉണ്ട്. നിങ്ങള് നായ മാന്തി പറിച്ചോ? എന്റെ പേരെന്താണ് നിങ്ങളുടെ? അപർണ. ഈ നായ കടിച്ചോ അതോ മാന്തുവാണോ? കടിച്ചില്ല, മാന്തിയിട്ട് പോയി. ഞാൻ പെട്ടെന്ന് നടന്നു പോയിരുന്നു, പെട്ടെന്ന് അറിഞ്ഞില്ല. ആ നായയെ നമ്മൾ നിരീക്ഷിക്കണം. അതിന് നുരയും പതയും വരുന്നുണ്ട്. അതിന് പേവിഷബാധയുടെ ലക്ഷണം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് അലേർട്ട് ആവണം. കാരണം എന്താ അറിയാമോ? ഇപ്പോൾ ഈ എടുക്കുന്ന ഈ വാക്സിൻ ഒന്നും ഫലപ്രദമല്ല. കാരണം ഇന്നലെ മരണപ്പെട്ട കുഞ്ഞും ഈ മാസം 2 കുഞ്ഞുങ്ങൾ വേറെ മലപ്പുറത്തും മറ്റു പല സ്ഥലങ്ങളിലുമായിട്ട് 2-3 കുഞ്ഞുങ്ങളാണ് ഈ മാസം മരണപ്പെട്ടിരിക്കുന്നത്. ആ 3 കുഞ്ഞുങ്ങളും വാക്സിനേഷൻ കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ്. പക്ഷെ അവർ മരണപ്പെട്ടു. അവർക്ക് പേവിഷബാധയായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ വാക്സിനേഷൻ ഒന്നും യാതൊരു ഗുണവുമില്ലാത്ത, ഫലപ്രദമല്ലാത്ത വാക്സിനേഷൻ ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് അലേർട്ട് ആയിരിക്കണം. കൃത്യമായിട്ടുള്ള ഡോക്ടറെ പോയി കാണുക, അനന്തര നടപടികൾ ക്ലിയർ ആക്കുക. അതുപോലെ തന്നെ ഒരു വിദഗ്ധ ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതായിരിക്കും. ഈ നായ്ക്കളെ വന്ധിരിക്കാൻ വേണ്ടി ഒരു കാലത്ത് മുതൽ 3-4 പേരും കൂടി ഒരു ജീപ്പുമായിട്ട് ഇറങ്ങുകയാണ്. ഇവരെന്താ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? നേരെ പോയി ബീവറേജ് ഔട്ട്ലെറ്റിൽ ഈ സാധനം മേടിച്ചിട്ട് 1/2 ലിറ്റർ മേടിച്ച് വട്ടത്തിലിരുന്ന് അടിയാണ് നടക്കുന്നത്. അല്ലാതെ ഈ നായ്ക്കളെ പിടിച്ച്
വന്ധീകരണം നടത്തുക എന്ന് പറഞ്ഞൊരു പ്രക്രിയ ഒന്നും ഇവിടെ നടക്കുന്നില്ല. തെരുവുനായയാണോ സംരക്ഷിക്കപ്പെടേണ്ടത്, അതോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികളാണോ സംരക്ഷിക്കപ്പെടേണ്ടത്? തീർച്ചയായും നമ്മുടെ കുട്ടികളെ തന്നെ. തെരുവുനായനെക്കാട്ടും വിലപ്പെട്ടല്ലേ ഒരു മനുഷ്യന്റെ ജീവൻ? തീർച്ചയായിട്ടും അല്ലേ? ഒരു കുട്ടിയൊന്നും അല്ലല്ലോ, ഇപ്പൊ എത്ര പേരാ മരിച്ചത്? ഇത് ഈ മാസം തന്നെ 3 കുട്ടികൾ. 3 കുട്ടികളല്ലേ. വന്ധീകരണം വാക്സിനേഷൻ ഒന്നും അല്ല, ഇവരെ പൂർണ്ണമായിട്ടും നമ്മുടെ ഈ തെരുവുനായ്ക്കളെ നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റിക്കളയും. എടാ നിന്റെ വാലേ 12 കൊല്ലം കുഴലിട്ടാലും നെവരൂലെന്നാ പറയണേ. നിന്റെ വാലിങ്ങനെ വളഞ്ഞു തന്നെയാണ് ഫുൾ ടൈം ഇരിക്കണേ. ഇത് 12 കൊല്ലം കുഴലിട്ടാലും നെവരൂലെന്ന് പറയുന്നത് ശരിയാണോടാ? ശരിയാണോ? എടാ നിന്റെ വാലല്ല, ഈ ഞങ്ങൾ മനുഷ്യന്മാർ കുറെ ആളുകളുണ്ട്. ഈ മനുഷ്യന്മാരിൽ നിനക്കൊക്കെ വാക്സിൻ കുത്തിവെക്കാനാണ്, നിന്നെയൊക്കെ വന്ധീകരിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പിടുങ്ങുന്ന കാശുണ്ടല്ലോ, ഇങ്ങോട്ട് നോക്കിയേ. ഈ പൈസയൊക്കെ ഊമ്പിക്കുന്നവന്മാരുടെ വാലാണ് 12 കൊല്ലം കുഴലിട്ടാലും നിവരാത്തത്. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് നിങ്ങളെ. ഭയങ്കര സ്നേഹമുള്ളവരാണ് ഇവർ. പക്ഷേ ഈ സ്നേഹമൊക്കെ ഉള്ളപ്പോഴും നമ്മളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. എത്ര പഞ്ചായത്തുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്, എത്ര മുനിസിപ്പാലിറ്റികളും എത്ര കോർപ്പറേഷനുകളുമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇവരെല്ലാവരും എത്ര കോടാനുകോടി രൂപയാണ് ഇങ്ങനെ ഓരോ ദിവസവും ഈ നായ്ക്കളുടെ പേര് പറഞ്ഞ് ഇവർക്ക് വാക്സിനേഷന് വേണ്ടിയാണ്, ഇവർക്ക് വന്ധീകരണം നടത്താനാണ് എന്ന് പറഞ്ഞിട്ട് എത്ര പണമാണ് അടിച്ചു മാറ്റുന്നത്. വല്ല കണക്കുമുണ്ടോ ഇതിനൊക്കെ? ഈ മാസം 3 കുഞ്ഞുങ്ങളെ കടിച്ചു പറിച്ച് കൊന്നുകളഞ്ഞത്. എന്താണ് പറയാനുള്ളത്? എത്രയും പെട്ടെന്ന് നശിപ്പിക്കുക. വരുന്ന മാസം സ്കൂൾ തുറക്കാൻ വേണ്ടി പോവാ. കാരണം വെച്ചാൽ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ ഉറപ്പായിട്ടും തെരുവുനായ കടിച്ചു പറിക്കുന്ന വാർത്ത 2 ആഴ്ചക്കുള്ളിൽ പുറത്ത് വരാം. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ വാർത്തകൾ പുറത്തേക്ക് വരാൻ വേണ്ടി തുടങ്ങും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്ധീകരണവും അല്ലെങ്കിൽ വാക്സിനേഷനും ആണോ തെരുവുനായ്ക്കൾക്ക് വേണ്ടത്? വേറെ കൂടുതൽ ആലോചനയൊന്നുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെയല്ല പ്രാധാന്യം കൂടുതൽ, അങ്ങനെ തെരുവുനായ്ക്കാണോ പ്രാധാന്യം? ഇപ്പൊ ഒന്ന് ഓർത്ത് നോക്കൂ, കുറെ നാളുകളുടെ മാധ്യമങ്ങളിലൊന്നും അങ്ങനെ വാർത്തകൾ വരുന്നില്ല. തെരുവുനായ്ക്കൾ കടിച്ചു, അങ്ങനെ പേ പിടിച്ചു എന്നുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ വളരെ കുറവായിരുന്നു. ഇപ്പൊ ഇതാ അവരുടെ സീസണായി. തുരുതുരാന്ന് പറഞ്ഞിട്ട് ഓടി നടന്ന് ഈ നായ്ക്കൾ കടിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ നായ്ക്കൾ കടിക്കുന്ന കുഞ്ഞുങ്ങളെയാണ്. കുഞ്ഞുങ്ങളെ കടിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് പേ പിടിച്ചിട്ട് അങ്ങനെ കുഞ്ഞുങ്ങളുടെ മരണം എത്രയായി എന്ന് ഓർത്തു നോക്കൂ. ഓരോ മാതാപിതാക്കളും പേടിയിലാണ്. തെരുവുനായ്ക്കളെ സംരക്ഷിക്കുന്നു പറഞ്ഞ് തീറ്റ കൊടുക്കാൻ വേണ്ടി കുറേയേറെ ആളുകൾ. ഒരു പരിധി വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഈ തെരുവുനായ്ക്കൾക്ക് തീറ്റ കൊടുക്കുന്നു പറഞ്ഞ് ഒരു മനുഷ്യ കുഞ്ഞ് വിശന്നിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വിശന്നിരുന്നു കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം മേടിച്ച് അവർക്ക് കൊടുക്കാൻ വേണ്ടി ഈ തെരുവുനായ്ക്കൾക്ക് തീറ്റ കൊടുക്കുന്ന ഈ വധൂരികൾക്കൊന്നും താല്പര്യം തോന്നൂല. ഇവന്മാർ മുഴുവൻ ഈ തീറ്റ മേടിച്ചിട്ട് ഈ പേ പിടിച്ച് ഈ പട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ മൈൻഡ് എന്ന് പറയുന്നത്. ഇവരെന്തോ വലിയൊരു പുണ്യപ്രവൃത്തി ചെയ്യുന്ന പോലെയാണ്. എടാ എന്ത് ദ്രോഹമാടാ നിന്നോട് ഈ കുഞ്ഞുങ്ങളൊക്കെ ചെയ്യണേ? അത് കുഞ്ഞുങ്ങൾ നിങ്ങളോട് എന്ത് പഴിച്ചു? എടാ നായിൻ്റെ മോനെ, എടാ നിന്നോടൊക്കെ എന്ത് തെറ്റാടാ കുഞ്ഞുങ്ങൾ ചെയ്തേക്കണേ? പാർട്ടി സ്നേഹികളുണ്ട്. അല്ലാണ്ട് എന്താ പറയണ്ടേ? പാവം പിടിച്ച് എത്ര കുഞ്ഞുങ്ങളെയാണ് കടിച്ചു കയറി കൊന്നു കളഞ്ഞിരിക്കുന്നത്. അവസാനം കഴിഞ്ഞപ്പോൾ പേ പിടിച്ച് ദിവസങ്ങളോളം NICU ICU ഒക്കെ കിടന്ന് അവസാനം കഴിഞ്ഞാൽ ആ കുഞ്ഞി കഴിഞ്ഞ ദിവസം അതിന്റെ ജീവൻ വെടിഞ്ഞു. ആർക്ക് പോയി? കുറെ തെരുവുനായ്ക്കൾക്ക് ജയ് വിളിക്കുന്ന കുറെ അലവലാദികളുണ്ട്. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥയോട് സംസാരിച്ചപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് പറയാണ്, എന്റെ കുഞ്ഞ്, അവർ സർക്കിൾ ഇൻസ്പെക്ടറാണ്, അവരോട് പറയാ അടുത്ത മാസം മുതൽ സ്കൂൾ തുറക്കാൻ വേണ്ടി പോവുക, എന്റെ കുഞ്ഞ് സ്കൂളിൽ പോകാൻ വേണ്ടി പോവുക. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എനിക്ക് യാതൊരു പിടിയുമില്ല. സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളെ നായ്ക്കൾ കടിച്ചു പറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 7 വയസ്സുകാരിയായ നിയ ഫൈസലിനെ തെരുവുനായ കടിച്ച ഉടൻ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നു. അവിടെ നിന്നും പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക്. പക്ഷേ അവിടെ ചെന്ന് വാക്സിൻ കുത്തിവെക്കാൻ വേണ്ടി ഒരുപാട് സമയമെടുത്തു. ഡോക്ടർ അത് ഗൗനിച്ചേ ഇല്ല എന്നുള്ളതാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഡോക്ടർ ഗൗനിക്കാത്തത്? നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാരൊക്കെ ഒരുപാട് തിരക്കിലല്ലേ. മാസം ശമ്പളം മേടിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ ഹോസ്പിറ്റലിൽ പോകുന്നത് എന്നുള്ളതൊക്കെയാണ് മുൻപ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. ശമ്പളം മേടിക്കാനല്ല, കിമ്പളം മേടിക്കാനാണ് പോകുന്നത്. ശമ്പളത്തിന്റെ യാതൊരു പ്രസക്തിയില്ല. എന്നാൽ ഇതുപോലെ കിമ്പളം മേടിക്കുന്നതല്ലേ ഒരു കുഞ്ഞു കൊച്ച്, വെറും 13 വയസ്സുള്ള ഒരു കൊച്ചിനെ കടിച്ചു പറിച്ചാൽ ഇങ്ങനെ നെറ്റ് പോലെ കീറി പറിച്ച് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഒരു മനസാക്ഷിയില്ലാതെ ഗൗനിച്ചില്ലെന്ന്, ഡോക്ടർ ഗൗനിച്ചില്ലെന്ന് മലയാള മനോരമ എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് എന്താ പറയാ, വാക്കുകൾ കിട്ടുന്നില്ല. എന്ത് പേര് വിളിച്ച് നമ്മൾ ഇവരെ സംബോധന ചെയ്യും? ഇപ്പൊ ഈ ചേട്ടനെ ഈവൻ കടിച്ചു കഴിഞ്ഞാണല്ലോ, ഈ ചേട്ടൻ നേരെ ഹോസ്പിറ്റലിൽ പോയി പേവിഷബാധയ്ക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ എടുക്കൂല. എടുത്തിട്ടും കാര്യമില്ല. എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ആ വാക്സിൻ എടുത്താലും നിങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല. കാരണം നിങ്ങൾ നാളെ പേ പിടിച്ച് മരിക്കും. ഇവനൊക്കെ വന്ന് കടിച്ചു പറിച്ചു കഴിഞ്ഞാൽ പേ പിടിച്ച് ചത്തിരിക്കും. കൃത്യമായി വന്ധീകരണം നടന്നിരുന്നുവെങ്കിൽ തെരുവുനായ്ക്കൾ ഇങ്ങനെ വർദ്ധിക്കുമായിരുന്നോ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ അപകടത്തിലാകുമായിരുന്നോ? കുഞ്ഞുങ്ങളുടെ മാത്രമല്ല, പൂർണ്ണ ആരോഗ്യവാനായ ഒരു മനുഷ്യന് നടു റോഡിൽ കൂടെ ഒരു 10-15 നായ്ക്കളുടെ കിടക്കൂടെ നടന്നു പോകാൻ വേണ്ടി പറ്റുമോ? ഇവന്മാർ കടിച്ച് കീറികളയും. ഇവനെ കടിച്ചു കീറിയ ഈ 10-15 നായ്ക്കൾക്ക് കൃത്യമായി വൈകിട്ട് ബിരിയാണി, ചിക്കൻ ബീഫ് അടക്കം കൊണ്ടുവന്ന് കൊടുക്കുന്ന വേറെ കുറെ തെരുവ് നായ്ക്കൾ. അപ്പൊ ആരാണ് യഥാർത്ഥ തെരുവ് നായ്ക്കൾ? നിങ്ങൾക്ക് ഷെൽട്ടർ വെച്ച് തരാൻ വേണ്ടി മുനിസിപ്പാലിറ്റിക്കാർ ഒരുങ്ങുന്നുണ്ട്. ആ വകുപ്പിൽ കുറെ പൈസ അവർ അടിച്ചു മാറ്റും കേട്ടോ. പലരോടും സംസാരിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞെന്താ അറിയോ? ഷെൽട്ടർ പണിയാന്ന് പറഞ്ഞു. ഇനി ആ ഷെൽട്ടറിന്റെ പേരിൽ സിമെന്റും കമ്പി അടിച്ചു മാറ്റി കിടന്നുറങ്ങുന്നതിന് മുന്നേ കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും പ്രാകണം, മുട്ടം പ്രാകണം. എനിക്കും സ്നേഹമാണ്, ഇഷ്ടമാണ്. പക്ഷേ ആ വീട്ടമ്മ പറഞ്ഞതാണ് പരമമായ സത്യം. കൊന്നുകളയണം. മനുഷ്യ കുഞ്ഞുങ്ങളെ കൊന്നുകളയണോ, തെരുവുനായ്ക്കളെ കൊന്നുകളയണോ? അത്ര തന്നെ ഉള്ളൂ. ഒരു മനസാക്ഷിയും വിചാരിക്കരുത്. കൊന്നു കളഞ്ഞിരിക്കണം. 3 വയസ്സും 6 വയസ്സും 13 വയസ്സുമുള്ള 3 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവനെടുത്തത് ഈ തെരുവ് നായ്ക്കളാണ്. അനുഭവവും സ്നേഹവും എല്ലാം നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമുക്ക് വലുത്. അവരുടെ ജീവന് ആപത്താവുന്ന എന്താണോ അതിന് നമ്മൾ തടയിട്ടേ മതിയാവും. സത്യം പറഞ്ഞാൽ ഞാനൊരു നായവിരോധിയല്ല. തെരുവ് നായ്ക്കളെന്നല്ല, എല്ലാ നായ്ക്കളെയും എനിക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ നായ്ക്കളോടാണ് എനിക്ക് സ്നേഹം. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ ജീവൻ പൊലിയുമ്പോൾ നായ്ക്കൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ എന്തായാലും എനിക്കാവില്ല. എൻ്റെ കിടപ്പുമുറിയിൽ, എൻ്റെ ബെഡിലൊന്നും ഞാൻ ഒരു നായയെ പൂച്ചയോ ഞാൻ അടുപ്പിക്കാം. പൂച്ചനെ എനിക്ക് ഇഷ്ടമല്ല. നായ ഇഷ്ടമാണെങ്കിൽ തന്നെ അതിനെ ഞാൻ മുറ്റത്ത്, അതിൻ്റെ കൂടുണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഉമ്മറപ്പടിയിലേക്കുള്ള സ്റ്റെപ്പ് വരെ എൻ്റെ നായ കയറുകയുള്ളൂ. നമ്മൾ യാത്ര ചെയ്യുന്ന കാറിൻ്റെ ഉള്ളിലും നമ്മുടെ കിടപ്പുമുറിയിൽ നമ്മുടെ ബെഡിൻ്റെ മുകളിലും നമ്മുടെ നെഞ്ചത്തും തോളത്തും മുഴുവൻ സമയം നമ്മളെ നക്കി പൊതിഞ്ഞ് ആ നിൽപ്പ് എനിക്കിഷ്ടമല്ല. സംഭവം നായ്ക്കളെയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അതെനിക്കിഷ്ടമല്ല.